മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഒരു ചായക്കടയിലൊക്കെ പോകുമ്പോഴേ ഒരു ദോശയ്ക്ക് അല്ലെങ്കിൽ ഒരു പൊറോട്ടയ്ക്കൊക്കെ 10-15 രൂപയേ ഉള്ളൂ. സമയം ഒരു കറിക്ക് 100 രൂപ 120 രൂപയൊക്കെ ആവും. അപ്പം നമുക്ക് 10 രൂപയ്ക്ക് ഒരു കറി ഉണ്ടാക്കാം. അവിടുന്ന് തന്നെ ഒരു മസാല ബോണ്ട വാങ്ങുക. അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ഈ 10 രൂപയുടെ ദോശയോ പൊറോട്ടയ്ക്കൊക്കെ 10 രൂപ അല്ലെ 15 രൂപയാകത്തുള്ളൂ. അപ്പം അതിൻ്റെ കറിക്ക് 100 രൂപ 120 രൂപ. അപ്പം നമുക്കൊരു ചെറിയ കടി വാങ്ങാം. അപ്പോൾ ഒരു മസാല ബോണ്ടയും വാങ്ങാം. നമുക്കൊരു കറി ഉണ്ടാക്കാം. കുറഞ്ഞ പൈസയ്ക്ക് ഒരു കറി ഉണ്ടാക്കാം. എന്നിട്ട് ആ മസാല ബോണ്ട വാങ്ങിയിട്ട് അത് പൊട്ടിച്ചെടുക്കുക. ഉണ്ടോ? അതിനകത്ത് മസാലയൊക്കെ ഉണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഉണ്ടോ? എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ അവരോട് വാങ്ങാം. എന്നിട്ട് ആ മസാല മേടിച്ചിട്ട് അതിനകത്തുള്ളത് കണ്ടോ, 120 രൂപയുടെ കറി നമുക്ക് 10 രൂപ കൊണ്ടൊരു കറി ഉണ്ടാക്കാം. ഉണ്ടോ? കറി പെട്ടെന്നൊരു കറിയായി. ഈ കറി അവരോട് നമ്മൾ വിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ 120 രൂപ അല്ലെ 100 രൂപ അല്ലെങ്കിൽ 50 രൂപയെങ്കിലും കൊടുക്കണ്ടേ? കണ്ടോ, പെട്ടെന്ന് നമുക്കൊരു കറിയായത് കണ്ടോ. ഒരു 10 രൂപയുടെ സാധനം കൊണ്ട് നമുക്ക് കണ്ടോ കറിയായി, മസാലക്കറി. ഈ കറിയായിട്ട് വാങ്ങുകയാണെങ്കിൽ അതിന് നല്ലൊരു പൈസയാകും. ഒരു മസാല കൊണ്ട് വാങ്ങിയിട്ട് അതിനകത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് ഇളക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൊണ്ട് അവരോട് തന്നെ മേടിച്ചിട്ട് കറിയായി. നമുക്ക് ഈ പൈസ കൊണ്ട് നമുക്ക് വേറെ കടികൾ ഇഷ്ടം പോലെ വാങ്ങി കഴിക്കാം. കറിയായി. 1-2 മസാല കൊണ്ട് വാങ്ങിയ 20 രൂപയാകത്തുള്ളൂ. പക്ഷേ ഒരു കറിക്കാണെങ്കിൽ ഒരു കറിക്ക് 100 രൂപ അല്ലെ 80 രൂപ എന്തായാലും ഉണ്ടാവില്ല. ഓരോ കടകളിലും ഓരോ വിലയാണ്. നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. ദോശയ്ക്കകത്ത് തന്നെ കഴിച്ചു നോക്കാം. ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ. നല്ല ഒന്നാന്തരം കറി. അവരോട് വാങ്ങുന്ന പോലത്തെ തന്നെ കറിയായി. കണ്ട, നല്ല സൂപ്പർ കറി. എല്ലാവരും ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ പൈസ ഇല്ലാത്ത പണക്കാർക്കൊന്നും കുഴപ്പമില്ല. പാവങ്ങളൊക്കെ കയറി കറി കൂട്ടുമ്പോഴാണ് അവർക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള പൈസ ഈ കറിയിലാവുന്നത്. ഒരു ദോശ മേടിച്ചാലോ അല്ലെ ഒരു പൊറോട്ട മേടിച്ചാലോ അധ്വാനിക്കുന്നവർക്കൊന്നും ഒന്നും ആവില്ല. 2-3 പൊറോട്ടയിലും വേണം. അപ്പോൾ ആ 2-3 പൊറോട്ട തിന്നാൻ ഇതുപോലെ ഒരു മസാല കൊണ്ടേ മേടിച്ചിട്ടൊരു കറിയാക്കാം. അവർക്ക് പൈസയും ബാക്കിയുണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇങ്ങനൊന്ന് നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ. പെട്ടെന്നൊരു കറി.